ബ്രഹ്മാവിന് മഹാവിഷ്ണുവിൽ നിന്നും ലഭിച്ച വിഗ്രഹമാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം. ആ വിഗ്രഹത്തെ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ആദ്യം ഉപാസിച്ചത് പൃഷ്ണിയും സുതപസ്സുമാണ്. ഇവര് രണ്ടുപേരും അതിനെ ഉപാസിച്ചത് കൊണ്ട് അവർക്ക് ഒരു പുത്രനെ ലഭിച്ചു. ഭഗവാൻ തന്നെ അവരുടെ പുത്രനായി ജനിച്ചു. അപ്പോൾ പൃഷ്ണിയുടെ മകനായി ജനിച്ചത് കൊണ്ട് പൃഷ്ണി ഗർഭൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നു. ആ പൃഷ്ണിയും സുതപസ്സുമാണ് പിന്നീട് അദിതിയും കശ്യപനുമായിട്ട് ജനിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ അദിതിയുടെ ഗർഭത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന വാമനമൂർത്തി ഭാവിയിൽ ദേവകിയുടെയും വസുദേവരുടെയും മകനായി കൃഷ്ണനായി പിറക്കാൻ പോകുന്നത്. അവിടെ അദ്ദേഹം ആരാധിച്ച ആ മൂർത്തിയെ, ആ ദിവ്യ വിഗ്രഹത്തെ ഒടുവിൽ അദ്ദേഹം ഇഹലോകവാസം വിടിയുന്ന സമയത്ത്, സ്വധാമത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന സമയത്ത് ഉദ്ധവരെ ഏൽപ്പിക്കുകയും ഉദ്ധവരത് തൻ്റെ ഗുരുനാഥനായ ബൃഹസ്പതിക്ക് നൽകുകയും ബൃഹസ്പതി ആ വിഗ്രഹത്തിന് പറ്റിയ ഒരു സ്ഥാനം കണ്ടെത്താൻ വായുദേവനെ നിയോഗിക്കുകയും കേരളത്തിൽ ഒരു വനപ്രദേശത്ത് യോഗമായാദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും അവിടെ രുദ്രന്റെ സാന്നിധ്യമുണ്ടെന്നും വായു മനസ്സിലാക്കുന്നു. യോഗമായാദേവി ഭഗവാന്റെ സഹോദരിയായിട്ട് ജനിച്ചതാണ്, നന്ദഭവനത്തിൽ ജനിച്ചതാണ്. ആ യോഗമായാദേവി വനദുർഗാ ഭാവത്തിൽ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട്, ഒരു വനപ്രദേശമാണ്, അതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. അതിനോട് ചേർന്നൊരു കുളമുണ്ട്. ആ കുളത്തിലാണ് പണ്ട് പ്രജേതസ്സുകൾക്ക് ഉപദേശം നൽകാനായി രുദ്രൻ ആവിർഭവിച്ചത്. അപ്പൊ രുദ്രഗീത നൽകുന്നത് അവിടെ വെച്ചാണ്. അപ്പൊ അത്രയും പവിത്രമായ സ്ഥാനമായതുകൊണ്ടാണ് അമ്മ അവിടെ പോയിരുന്നത്. അപ്പൊ രുദ്ര സാന്നിധ്യവുമുണ്ട്, ദേവീ സാന്നിധ്യവുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും പവിത്രമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കി വായു ഭഗവാൻ തൻ്റെ ഗുരുവിനെയും കൂട്ടി, അതായത് ബൃഹസ്പതിയെയും കൂട്ടി ആ സ്ഥാനത്തേക്ക് വന്നു. അവിടെ വന്ന് ഭഗവാനെ കണ്ടപ്പോൾ, തൻ്റെ ജ്യേഷ്ഠനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി യോഗമായാദേവി തൻ്റെ സ്ഥാനം ഒഴിഞ്ഞ് ഇടത്തരികത്തേക്ക് മാറിയിരുന്നു. അങ്ങനെ തൻ്റെ പീഠം ഭഗവാന് കൊടുത്തു. ആ പീഠത്തിൽ രുദ്രൻ, സാക്ഷാത് മഹാദേവൻ, ഭഗവാന്റെ ആ ദിവ്യ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു. ആ സ്ഥലത്തിന് ഗുരുവും വായുവും കൊണ്ടുവന്ന വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലം എന്ന അർത്ഥത്തിൽ ഗുരുവായൂർ എന്ന പേരും കൊടുത്തു.